ഹലോ. അപ്പോൾ ഇന്ന് ക്രിസ്മസ് വ്ളോഗാണ് കേട്ടോ. എല്ലാ വർഷത്തെ പോലെ ഈ വർഷവും ക്രിസ്മസൊക്കെ ആഘോഷിക്കുന്നുണ്ട്. പിന്നെ ലൈവ്ക്കുട്ടീൻ്റെ ആദ്യത്തെ ക്രിസ്മസ് അല്ലേ, അപ്പോൾ കുറച്ച് സ്പെഷ്യലാണ്. ഇന്നലെ പാതിരാ കുർബാന കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴേക്ക് 2:30-3 മണി ആവാനായി. വന്ന് കിടന്നതേ ഓർമ്മയുള്ളൂ, നേരം വെളുത്തുവെന്ന് അറിഞ്ഞില്ല. പിന്നെ രാവിലെ ലൈവ്ക്കുട്ടീൻ്റെ സൗണ്ട് കേട്ടിട്ടാണ് എഴുന്നേൽക്കുന്നത്. ലൈവ്ക്കുട്ടിക്ക് ഇന്നലെ ടൗണിൽ പോയപ്പോൾ ഞങ്ങളൊരു ഊഞ്ഞാല മേടിച്ചിരുന്നു. ഇപ്പോൾ അതിലാണ് കളി. രാവിലെ എഴുന്നേറ്റ പാടെ തന്നെ അതാ കാണിച്ചു തന്നെ അതിലിരുത്തണമെന്ന്. അപ്പോൾ ലൈവ്ക്കുട്ടി ഊഞ്ഞാലാടുന്നുണ്ട്, ഇച്ചായൻ ആട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടപ്പോൾ ലൈവ്ക്കുട്ടി ടാറ്റ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം ഒന്ന് അടുക്കളയിൽ പോയി നോക്കി. മമ്മി നേരത്തെ എഴുന്നേറ്റുണ്ട് തോന്നുന്നു. അപ്പോൾ പോയി നോക്കുമ്പോഴേക്കും മമ്മി അപ്പവും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എല്ലാ ക്രിസ്മസിനും ഇവിടെ അപ്പവും സ്റ്റൂ നിർബന്ധമാണ്. സ്റ്റൂ പിന്നെ ഇന്നലെ ഉണ്ടാക്കി വെച്ചിരുന്നു, അതുകൊണ്ട് ആ കാര്യത്തിൽ കുഴപ്പമില്ല. അങ്ങനെ മമ്മിക്കും ഡാഡിക്ക് ഹാപ്പി ക്രിസ്മസ് ഒക്കെ പറഞ്ഞിട്ട് ഞാൻ മെല്ലെ ചായ വെക്കാൻ വേണ്ടി പോയി. സൈഡിൽ സ്റ്റൂ ആവുന്നുണ്ട്, കഴിക്കാൻ വേണ്ടി ഒന്ന് ചൂടാക്കി എടുക്കുന്നതാട്ടോ. ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടി ഞങ്ങൾ അടുത്തുള്ള വീട്ടുകാരെ വിളിച്ചിരുന്നു കേട്ടോ. അപ്പോൾ അവർ വരുമ്പോഴേക്ക് ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ അവർ വന്നു കേട്ടോ. എല്ലാ വർഷവും ക്രിസ്മസിന് രാവിലത്തെ ഫുഡ് കഴിക്കുന്നതിന് മുന്നേ ഇവിടെ കേക്ക് കട്ട് ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. അപ്പോൾ ഡാഡി കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തു, അവർ ഫുഡ് കഴിച്ചു. കുറച്ച് നേരം സംസാരിച്ചിരുന്ന് അവർ പോയി. ഇനി അടുത്ത് ഞങ്ങളിരുന്ന് ഫുഡ് കഴിക്കലാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യം കേക്കും വൈനും കുടിച്ചിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ കേക്കും വൈനും കുടിച്ച് കഴിഞ്ഞ് പിന്നെ മമ്മി കട്ട്ലറ്റ് ഉണ്ടാക്കിയിരുന്നു, അതും കഴിച്ചു. പിന്നെ സ്പെഷ്യലായിട്ട് അപ്പവും സ്റ്റൂവും ബ്രെഡും ഉണ്ടായിരുന്നു. ലൈവ്ക്കുട്ടിക്ക് ഇപ്പോൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി കുറച്ച് മടിയായി തുടങ്ങിയിട്ടുണ്ട്. എന്നാലും നിർബന്ധിച്ച് കൊടുക്കുക തന്നെ. എല്ലാവരും പറയും നിർബന്ധിച്ച് മക്കളെ കഴിപ്പിക്കരുത്, പിന്നെ അവർക്ക് ഫുഡിനോടൊക്കെ ഒരു മടുപ്പോ തോന്നുന്നു. പക്ഷെ കഴിച്ചല്ലേ പറ്റുമോ. പിന്നെ ഇപ്പോൾ കുറച്ച് എരിവൊക്കെ കൂട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇന്നത്തെ കറി ഇഷ്ടമായിട്ടുണ്ട്, കുറച്ചൊക്കെ കഴിക്കുന്നുണ്ട്. ലൈവ്ക്കുട്ടി വന്നതിന് ശേഷം ഞങ്ങളിങ്ങനെ ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കൽ ഭയങ്കര കുറവാട്ടോ. അതിന് പറ്റാറുമില്ല. ഓരോരുത്തരാണ് കഴിക്കൽ. കുട്ടീനെ നോക്കാൻ ആരെങ്കിലും വേണ്ടേ. ഒറ്റയ്ക്ക് ഇരുത്തി പോകാനായിട്ട് പറ്റില്ല. പിന്നെ ഇന്നിപ്പോൾ ഒരു നല്ല ദിവസമല്ലേ, അപ്പോൾ എല്ലാവരും ഒന്നിച്ചിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ രാവിലത്തെ ചായയോടെയൊക്കെ കഴിഞ്ഞു. ഇനി അടുത്ത പരിപാടി ഉച്ചയ്ക്കുള്ള ഫുഡാണ്. അപ്പോൾ ഉച്ചയ്ക്ക് ചോറും മോരുകറിയും ചിക്കനും ബീഫും എല്ലാം ഉണ്ടായിരുന്നു. അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല. പിന്നെ ഞങ്ങൾ നേരെ ഉച്ചയായപ്പോൾ വീട്ടിലേക്ക് പോയി. അവിടെ നിന്നായിരുന്നു ഉച്ചയ്ക്കുള്ള ഫുഡ് കഴിച്ചത്. അപ്പോൾ ആ വീട്ടിലെത്തിയ പാടെ തന്നെ ആദ്യം പോയി നോക്കി അടുക്കളയിലൊക്കെ എന്താ ഫുഡ് എന്ന് അറിയണ്ടേ. അപ്പോൾ നോക്കുമ്പോൾ നല്ല ബീഫ് ബിരിയാണിയൊക്കെ അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റ്. പിന്നെ പിള്ളേരുടെ കൂടെ കുറച്ച് നേരം കളിച്ചിരുന്നു. വീട്ടിൽ നല്ല അടിപൊളി പുൽക്കൂടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നല്ല വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പവും കുക്കും കൂടി ഉണ്ടാക്കി വെച്ചതാണ്, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അങ്ങനെ ലൈവ്ക്കുട്ടിക്കും കാണിച്ചു കൊടുത്തു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അപ്പൂൻ്റെ ഫ്രണ്ട്സും കണ്ണേട്ടനും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നപ്പോൾ അവരുടെ കൂടെ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും അവർ പോയി. പിന്നെ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം അമ്മായിയും പപ്പയും എല്ലാവരും കൂടി വന്നിരുന്നു. പിന്നെ അവരോട് കുറച്ച് നേരം സംസാരിച്ചു. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു. ഇവിടെ ചേച്ചി വൈകുന്നേരം വരുന്നതെന്ന് പറഞ്ഞു. ചേച്ചിയും പിള്ളേരൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ വൈകുന്നേരം വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അവർ വിളിച്ച് നോക്കിയപ്പോൾ അവർ ബത്തേരി എത്തിയെന്നും പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോന്നു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്.